ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കറിയാം 10 ലകാരങ്ങളുണ്ടെന്ന്. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് 5 എണ്ണമാണ്. ഈ 5 ലകാരങ്ങൾ ഒരു ധാതുവിൽ എങ്ങനെയൊക്കെയാണ് മാറ്റം വരുത്തുന്നത്, ധാതുവുമായുള്ള ബന്ധം എന്താണ്, അത് ഈ 5 ലകാരങ്ങൾ ഒരു ധാതുവിൽ തന്നെ എങ്ങനെയെല്ലാം മാറ്റം വരുന്നു എന്നുള്ള ക്ലാസ്സാണ് ഇന്ന്. അതിന് ഉദാഹരണങ്ങൾ കൂടിയാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നോക്കാം. നമുക്ക് ആദ്യം ഈ 5 ലകാരങ്ങൾ എന്ന് പറയുന്നത് തന്നെ ലട്ട്, ലങ്, ലിറിട്ട്, ലോട്ട്, വിഥിലിൻ, ഇങ്ങനെ 5 ലകാരങ്ങൾ, പ്രധാനപ്പെട്ട 5 ലകാരങ്ങളാണ്. ഓരോ ലകാരത്തിനും ഓരോ പ്രത്യേകതയുണ്ട്, ഓരോ അർത്ഥം ഇതുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് ലട്ടാണ്. ലട്ടെന്ന് പറയുന്നത് എന്താണ്? അത് ലട്ട് വർത്തമാനകാലത്തെ പ്രസൻറ്റൻസിനെ കാണിക്കുന്നതാണ് ലട്ട്. അപ്പം ലട്ടിൽ ഇപ്പോൾ ഉദാഹരണം ഗമ് എന്നൊരു ധാതു, ഗമ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഗോ, പോകുക എന്നുള്ള അർത്ഥത്തിൽ ഗമ് എന്നൊരു ധാതുവിൻ്റെ 5 ലകാരത്തിലെ രൂപങ്ങൾ എങ്ങനെ വരുന്നു, അതിന് ഉദാഹരണങ്ങളൊക്കെ എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യമായിട്ട് ലട്ട്, ഗമു ധാതുവിൻ്റെ ലട്ട് നോക്കിക്കോളൂ. ഇതാണ് ഗമു ധാതുവിൻ്റെ ലട്ട്. ഇവിടെ ഞാൻ പുരുഷൻ എഴുതിയിട്ടുണ്ട്. 3 പുരുഷനുണ്ടല്ലോ. പ്രഥമ പുരുഷ, മധ്യമ പുരുഷ, ഉത്തമ പുരുഷ. അതിന് ഓരോന്നിനും ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം പ്രഥമ പുരുഷൻ വന്നപ്പോൾ ഗച്ഛതി, ദ്വിവചനം ഗച്ഛതഃ, ബഹുവചനം ഗച്ഛന്തി. മധ്യമപുരുഷൻ ഗച്ഛസി, ദ്വിവചനം ഗച്ഛതഃ, ബഹുവചനം ഗച്ഛത. ഉത്തമപുരുഷൻ ഗച്ഛാമി, ദ്വിവചനം ഗച്ഛാവഹ, ബഹുവചനം ഗച്ഛാമഹ. ഇനി അതിൻ്റെ ഓരോന്ന് നോക്കിക്കോളൂ, ഓരോന്ന് എങ്ങനെ വരുന്നു എന്ന്. അതായത് ആദ്യം ഗച്ഛതി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകവചനം, പ്രഥമ പുരുഷ ഏകവചനം. പ്രഥമ പുരുഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അത് നാമം വരുന്ന ഈ തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സൺ നിങ്ങൾക്ക് അറിയാം. എന്താ തേർഡ് പേഴ്സൺ പറഞ്ഞാൽ? ഈ, അവൻ, അത്, പിന്നെ ആരുടെയെങ്കിലും പേര്, ഇങ്ങനെയൊക്കെ വരുന്നതാണ് തേർഡ് പേഴ്സൺ അല്ലേ. അപ്പോൾ അതിന് ഉദാഹരണം എപ്പോഴും തേർഡ് പേഴ്സൺ മാത്രമാണ് വരുന്നത്. അത് ഉദാഹരണം നോക്കിയുള്ളൂ. ആദ്യത്തത് ഗച്ഛതി എന്നുള്ളതാണ് അല്ലേ, ഏകവചനം. ലത വിദ്യാലയം ഗച്ഛതി. ലത വിദ്യാലയത്തിലേക്ക് പോകുന്നു. വിദ്യാലയം എന്നുള്ളത് ദ്വിതീയ വിഭക്തിയല്ലേ. വിദ്യാലയത്തിലേക്ക്, ലത വിദ്യാലയത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് സിംഗുലറാണ് ലത, അതുകൊണ്ട് ഗച്ഛതി വന്നു അല്ലേ. ഇനി അതിൻ്റെ ദ്വിവചനം ആകുമ്പോഴാണെങ്കിലോ, ഈ ദ്വിവചനം എന്ന് പറഞ്ഞാൽ ഗച്ഛതയാണ്. അപ്പോൾ ലതാ മേഘ ച വിദ്യാലയം ഗച്ഛതഃ. ലത മാത്രമായിരുന്നപ്പോഴാണ് ഗച്ഛതി വന്നത്. ലതാ മേഘ ച, അവിടെ ച എന്താണ്? ആൻഡ് തന്നെ കാണിക്കുന്നതാണ്. ലതയും മേഘയും വിദ്യാലയത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ലതാ വിദ്യാലയം ഗച്ഛതി, സാ വിദ്യാലയം ഗച്ഛതി എന്ന് പറയല്ലേ, അവൾ വിദ്യാലയത്തിലേക്ക് പോകുന്നു. ഇനി സഹ വിദ്യാലയം ഗച്ഛതി, അവൻ സഹ വിദ്യാലയം ഗച്ഛതി. ഇനി ആരുടെയെങ്കിലും പേര് ബാലഹ വിദ്യാലയം ഗച്ഛതി, ബാലികാ വിദ്യാലയം ഗച്ഛതി ഒക്കെ പറയാം. അതാണ് അതിന് ഉദാഹരണം. ലതാ വിദ്യാലയം ഗച്ഛതി. ഇപ്പുറത്തെ വന്ന് ദ്വിവചനം വന്നപ്പോൾ 2 പേര് ലതാ മേഘാച വിദ്യാലയം ഗച്ഛതഃ. അപ്പോൾ സാ വിദ്യാലയം ഗച്ഛത ദ്വിവചനം എങ്ങനെ വരും? സാ തേ, അവർ 2 പേർ ഗേൾസാണ്, അവർ 2 പേരും തേ വിദ്യാലയം ഗച്ഛതഃ. ഇനി പുല്ലിംഗമാണെങ്കിലോ സഹായ തൗ വിദ്യാലയം ഗച്ഛതഃ. മനസ്സിലായോ? പിന്നെ അധ്യാപിക വിദ്യാലയം ഗച്ഛതി ആണ്. അധ്യാപികേ വിദ്യാലയം ഗച്ഛതഃ. മനസ്സിലായ? അധ്യാപക വിദ്യാലയം ഗച്ഛതി, അധ്യാപകൗ വിദ്യാലയം ഗച്ഛതഃ. ഇനി അടുത്ത ബഹുവചനം വന്നപ്പം ഗച്ഛന്തിയാണ് അല്ലേ. അപ്പം ഗച്ഛതി, ഗച്ഛതഃ, ഗച്ഛന്തി. ഗച്ഛതി വന്നപ്പോൾ ലതാ മേഘ താരാച്ച വിദ്യാലയം ഗച്ഛന്തി. ലതാ മേഘ താര 3 പേരുടെ പേരുമാണ്. ച അവസാനമാണ് ച വന്നതിൻ്റെ. അപ്പോൾ ഇത് 2ൽ കൂടുതൽ ആണെങ്കിലാണ് സംസ്കൃതത്തിൽ പ്ലൂറൽ, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ ലതാ മേഘ താരാച്ച വിദ്യാലയം ഗച്ഛന്തി, അവർ വിദ്യാലയത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ തേ വിദ്യാലയം ഗച്ഛന്തി. പിന്നെ ഫെമിനിൻ ജെൻഡർ ആണെങ്കിലോ താഹ വിദ്യാലയം ഗച്ഛന്തി, താഹ. അധ്യാപകാഹ വിദ്യാലയം ഗച്ഛന്തി, അധ്യാപികാഹ വിദ്യാലയം ഗച്ഛന്തി. മനസ്സിലായോ? അതാണ് പ്രഥമ പുരുഷൻ്റെ. നേരെ അടുത്ത വന്നപ്പോഴത്തേക്ക് എന്താണ്? മധ്യമ പുരുഷൻ വരുമ്പോഴത്തേക്ക്
മധ്യപുരുഷൻ എന്തിനാണ് സെക്കൻഡ് പേഴ്സണാണ് അതിനകത്ത് വരുന്നത്. സെക്കൻഡ് പേഴ്സൺ നീ എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്, നീ നിങ്ങൾ എല്ലാവരും എന്നുള്ള. അത് ഗച്ഛസി ഗച്ഛതഃ ഗച്ഛത, ഗച്ഛസി ഗച്ഛതഃ ഗച്ഛത. അപ്പോൾ അവിടെ അതിൻ്റെ നോക്കിയുള്ളൂ. അപ്പോൾ മധ്യപുരുഷൻ എന്നപ്പോഴത്തേക്ക് സെക്കൻഡ് പേഴ്സൺ നീ എന്ന് പറഞ്ഞു. നീക്ക് എന്താണ് ത്വം. ത്വം കുത്ര ഗച്ഛസി, ഗച്ഛസി വന്നില്ലേ ഏകവചനം. ത്വം കുത്ര ഗച്ഛസി, നീ എവിടെ പോകുന്നു. ഇനി യുവ സെക്കൻഡ് ദ്വിതീയ വന്നപ്പോൾ എങ്ങനെ യുവാം കുത്ര ഗച്ഛത, യുവാം കുത്ര ഗച്ഛത, നിങ്ങൾ രണ്ടുപേർ എവിടെ പോകുന്നു. ത്വം കുത്ര ഗച്ഛസി യുവാം കുത്ര ഗച്ഛത. ഇനി ബഹുവചനം വന്നപ്പോൾ യൂയം കുത്ര ഗച്ഛത, യൂയം കുത്ര ഗച്ഛത. അപ്പോൾ ത്വം നീ, യുവാം നിങ്ങൾ രണ്ടുപേർ, യൂയം നിങ്ങൾ എല്ലാവരും. അതാണ് ആ മധ്യപുരുഷനിൽ ഓർക്കേണ്ടത്. അത് മാത്രമാണ് മധ്യപുരുഷനിൽ നിങ്ങൾ ഓർക്കേണ്ടത്. ത്വം യുവ യൂയം. ഇനി അത് കഴിഞ്ഞിട്ട് ഉത്തമ പുരുഷൻ വന്നു. ഉത്തമ പുരുഷൻ നോക്കിക്കോളൂ. ഉത്തമ പുരുഷൻ എന്ന് പറയുമ്പം ഫസ്റ്റ് പേഴ്സൺ ആണ്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ അല്ലേ, ഐ വി അല്ല. ഗച്ഛാമി, ഗച്ഛാവഹ, ഗച്ഛാമഹ. ഗച്ഛാമി, അഹം ഗച്ഛാമി, ഞാൻ പോകുന്നു. അഹം പിത്രാ സഹ ഗച്ഛാമി, ഞാൻ പിത്രാ സഹ. പിത്ര എന്താ, പിതാവിനോടൊപ്പം. തൃതീയല്ലേ സഹ വന്നു. സഹ വന്നതിൻ്റെ അർത്ഥം എന്താ, അവിടെ തൃതീയ തന്നെ വരും. അഹം പിത്രാ സഹ ഗച്ഛാമി, ഞാൻ പിതാവിനോടൊപ്പം പോകുന്നു. അപ്പോൾ അവിടെ ഏകവചനം വന്നു. അതിൻ്റെ ദ്വിവചനം വന്നപ്പോൾ ഗച്ഛാവഹയാണ് വരേണ്ടത്. അപ്പം ആവാം ക്രീഡായ ഗച്ഛാവഹ, ആവാം ഞങ്ങൾ രണ്ടുപേർ ക്രീഡായ കളിക്കുന്നതിനായി. അവിടെ ചതുർത്ഥി വന്നു. ക്രീഡായ ഗച്ഛാവഹ, കളിക്കുന്നതിനായി പോകുന്നു. അടുത്ത ഗച്ഛാമഹയാണ് ബഹുവചനം. വയം പഠനായ വിദ്യാലയം ഗച്ഛാമഹ, വയം. അപ്പം അഹം ആവാം വയം, വയം ഞങ്ങൾ പഠനായ പഠിക്കുന്നതിനായി വിദ്യാലയത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ അഹം ആവാം വയം വന്നു. അത് ഫസ്റ്റ് പേഴ്സൺ ആണ്. അതുകൊണ്ടാണ് അവിടെ ഇത് വന്നത്. അപ്പോൾ അടുത്ത ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഓരോന്നോരോന്നായിട്ട്, അതായത് ഓരോന്ന് എങ്ങനെയൊക്കെ വരുന്നു എന്ന് നോക്കണം. അപ്പം ഇപ്പം ഇത് പഠാണെങ്കിൽ ഗമനപരം പഠാണെങ്കിലോ എങ്ങനെ വരും. പഠാണെങ്കിൽ ഗച്ഛതി പോലെ തന്നെയാണ്. പഠതി, പഠതഃ, പഠന്തി. പഠസി, പഠതഃ, പഠത. പഠാമി, പഠാവഹ, പഠാമഹ. ഇനി ഹസ് ആണെങ്കിലോ ഹസിച്ചിരിക്കുക. ഹസതി, ഹസതഃ, ഹസന്തി. ഹസസി, ഹസസതഃ, ഹസത. ഹസാമി, ഹസാവഹ, ഹസാമഹ. അത് കഴിഞ്ഞിട്ട് ചലാണെങ്കിലോ ചലതി. അതും അങ്ങനെ തന്നെ. അങ്ങനെ അത് അവസാനം എഴുതോ, നിങ്ങൾ തന്നെ ഇരുന്ന് എഴുതി നോക്കണം. അപ്പം നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം ഇങ്ങനെ വരും. സ്മൃ ആണെങ്കിലോ സ്മൃ. സ്മരതി, സ്മരതഃ, സ്മരന്തി. സ്മരസി, സ്മരതഃ, സ്മരത. സ്മരാമി, സ്മരാവഹ, സ്മരാമഹ. ഇങ്ങനെയാണ്. അടുത്തത് നമുക്ക് ഗമുധാതുവിൻ്റെ ലങ് നോക്കാം. ലങ് ലകാരഹ നോക്കിക്കോളൂ. ലങ് എന്തിനെ കാണിക്കുന്നു. ലങ് ഷോസ് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിനെയാണ് കാണിക്കുന്നത്. അടുത്ത പ്രഥമ പുരുഷൻ എന്ന് പറയുമ്പോൾ അഗച്ഛത്ത്. ദ്വിവചനം അഗച്ഛതാം. ബഹുവചനം അഗച്ഛൻ. മധ്യപുരുഷൻ അഗച്ഛഹ. ദ്വിവചനം അഗച്ഛതം. ബഹുവചനം അഗച്ഛത. ഉത്തമപുരുഷൻ അഗച്ഛം. ദ്വിവചനം അഗച്ഛാവ. ബഹുവചനം അഗച്ഛാമ. അപ്പം അഗച്ഛത്, അഗച്ഛതാം, അഗച്ഛൻ. അഗച്ഛഹ, അഗച്ഛതം, അഗച്ഛത. അഗച്ഛം, അഗച്ഛാവ, അഗച്ഛാമ. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ തന്നെ പിന്നെ ആദ്യം പ്രഥമ പുരുഷനിൽ അഗച്ഛത്, അഗച്ഛതാം, അഗച്ഛൻ. ഉദാഹരണം ശ്രീരാമഃ സീതയാ സഹ വനം അഗച്ഛത്. ശ്രീരാമൻ സീതയോടൊപ്പം സീതയാ സഹ വനം അഗച്ഛത്. വനത്തിലേക്ക് പോയി. വനത്തിലേക്ക് ഇത് ദ്വിതീയ വിഭക്തി. സീതയാ എന്നുള്ളത് തൃതീയ വിഭക്തി. സഹ വരുമ്പം സഹ തൃതീയ വന്നാൽ തൃതീയ തന്നെ അവിടെ വരും. അപ്പോൾ സീതയോടൊപ്പം വനത്തിലേക്ക് പോയി. അപ്പോൾ ശ്രീരാമനാണ് അഗച്ഛത്. അടുത്ത ദ്വിവചനം വന്നപ്പോൾ ശ്രീരാമഃ സീതാച്ച. ശ്രീരാമനും സീതയും വനം അഗച്ഛത, വനത്തിലേക്ക് പോയി. അപ്പോൾ ഇവിടെ അവർ രണ്ടുപേര് വനത്തിലേക്ക് പോയി. ദ്വിവചനം വന്നു. അടുത്തത് ബഹുവചനം ശ്രീരാമഃ സീതാ ലക്ഷ്മണഃ ച വനം അഗച്ഛൻ. ശ്രീരാമനും സീതയും ലക്ഷ്മണനും വനത്തിലേക്ക് പോയി. ഇവിടെ ച എന്നുള്ളത് ആൻഡാണ്. ശ്രീരാമഃ സീതാ ലക്ഷ്മണഃ ച വനം അഗച്ഛൻ. ഇനി പിന്നെ തച്ഛദ്വാണെങ്കിലോ സഹ വനം അഗച്ഛത്. ദ്വിവചനം വന്നപ്പോൾ തൗ വനം അഗച്ഛതാം. ബഹുവചനം വന്നപ്പോൾ തേ വനം അഗച്ഛൻ. സ്ത്രീലിംഗമാണെങ്കിലോ സാ വനം അഗച്ഛത്. തേ വനം അഗച്ഛതാം. താഹ വനം അഗച്ഛൻ. ഇനി അടുത്ത മധ്യപുരുഷം എപ്പോഴും ത്വം യുവാം യൂയമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ത്വം പ്രാതഃ മന്ദിരം അഗച്ഛഃ. മധ്യപുരുഷം വന്നപ്പോൾ അഗച്ഛഹയാണ്. പ്രാതഃ രാവിലെ. നീ രാവിലെ മന്ദിരത്തിലേക്ക് പോയി. അഗച്ഛ മന്ദിരം എന്നുള്ളത് ദ്വിതീയ വിഭക്തി.
ദ്വിവചനം വന്നപ്പോൾ യുവാ മന്ദിരം അഗച്ഛതം, നിങ്ങൾ രണ്ടുപേർ വനത്തിലേക്ക് പോയി. ബഹുവചനം യൂയം മന്ദിരം അഗച്ഛത, നിങ്ങൾ എല്ലാവരും വനത്തിലേക്ക് പോയി. അപ്പം അഗച്ഛഃ അഗച്ഛതം അഗച്ഛത. ഇനി ഉത്തമപുരുഷം വന്നപ്പോൾ അഗച്ഛം അഗച്ഛാവ അഗച്ഛാമ. അഹം മമ പിത്രാ സഹ ഗൃഹം അഗച്ഛം, അഹം ഞാൻ മമ പിത്രാ സഹ എൻ്റെ പിതാവിനോടൊപ്പം ഗൃഹത്തിലേക്ക് പോയി. പിത്ര എന്നുള്ളത് തൃതീയ വിഭക്തി, അത് സഹ വന്നിരിക്കുന്നു. ഇനി അതിൻ്റെ ദ്വിവചനം ഞങ്ങൾ രണ്ടുപേർ, ആവാം ഗൃഹം അഗച്ഛാവ, ഞങ്ങൾ രണ്ടുപേർ ഗൃഹത്തിലേക്ക് പോയി. ഇനി ബഹുവചനം വയം ഗൃഹം അഗച്ഛാവ. അപ്പോൾ അഹം ആവാം വയം, അതാണ് എപ്പോഴും ഉത്തമപുരുഷൻ, അതിനൊരു മാറ്റവും വരുന്നില്ല. മധ്യപുരുഷൻ ത്വം യുവ യൂയം, ഇതിന് മാറ്റം വരുന്നില്ല, എപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന അതാണ് അല്ലേ. അപ്പം മാറി 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 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞില്ലേ, പ്രഥമപുരുഷൻ ഉത്തമപുരുഷൻ മധ്യപുരുഷൻ ഉത്തമപുരുഷൻ മൂന്നും കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ലിറിട്ട്. ലിറിട്ട് എന്തിനെയാണ് കാണിക്കുന്നത്? ധാതുഹു ലിറിട്ട്. ലിറിട്ട് ഫ്യൂച്ചർ ടെൻസ്, ഭാവി കാലത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനും ഇതുപോലെ പ്രഥമപുരുഷൻ മധ്യപുരുഷൻ നോക്കിക്കോളൂ. ലിറിട്ട് പ്രഥമപുരുഷൻ ഗമിഷ്യതി ഗമിഷ്യതഃ ഗമിഷ്യന്തി, മധ്യപുരുഷൻ ഗമിഷ്യസി ഗമിഷ്യതഃ ഗമിഷ്യഥ, ഉത്തമപുരുഷൻ ഗമിഷ്യാമി ഗമിഷ്യാവഹ ഗമിഷ്യാമഹ. അപ്പം ഇത് പ്രഥമപുരുഷൻ മധ്യപുരുഷൻ ഉത്തമപുരുഷൻ. റിട്ട് എന്തിനാണ്? ഫ്യൂച്ചർ ടെൻസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നോക്കിക്കോളൂ. സഹവിദ്യാലയം ഗമിഷ്യതി, അത് പ്രഥമപുരുഷനാണ്. സഹവിദ്യാലയം ഗമിഷ്യതി, അവൻ സ്കൂളിൽ പോകും, സ്കൂളിലേക്ക് പോകും, സ്കൂളിലല്ല സ്കൂളിലേക്ക് പോകും. വിദ്യാലയം എന്നുള്ളത് ദ്വിതീയയാണ്. സ്കൂളിലേക്ക് പോകും ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ അതിൻ്റെ ദ്വിവചനം എങ്ങനെ വരും? തൗ വിദ്യാലയം ഗമിഷ്യതഃ, തേ വിദ്യാലയം ഗമിഷ്യന്തി, അത് മൂത്തും വന്നില്ലേ. ഇനി അടുത്ത മധ്യപുരുഷൻ വരുമ്പോൾ ത്വം യുവം യൂയമാണ്. അപ്പോൾ ത്വം കുത്ര ഗമിഷ്യസി, ത്വം നീ കുത്ര ഗമിഷ്യസി എവിടെ പോകുന്നു. അതിൻ്റെ ദ്വിവചനം എങ്ങനെ വരും? യുവാം യുവാം കുത്ര ഗമിഷ്യതഃ. അത് കഴിഞ്ഞിട്ട് യൂയം വന്നപ്പോൾ എന്താണ്? കുത്ര ഗമിഷ്യഥ, ഗമിഷ്യഥ കുത്ര ഗമിഷ്യഥ. അപ്പോൾ അവിടെ ഗമിഷ്യസി ഗമിഷ്യതഃ ഗമിഷ്യഥ. അത് കഴിഞ്ഞിട്ട് ഉത്തമപുരുഷൻ ഗമിഷ്യാമിയാണ് വരുന്നത്. ഗമിഷ്യാമി ഗമിഷ്യാവഹ ഗമിഷ്യാമഹ. അപ്പോൾ ഇവിടെ അഹം മാത്രാസഹ ഗമിഷ്യാമി, ഞാൻ മാതാവിനോടൊപ്പം, മാതാവിനോടെന്നുള്ളതാണ് തൃതീയ ഏകവചനം. അപ്പോൾ സഹ, ഞാൻ മാത്രാസഹ ഗമിഷ്യാമി, മാതാവിനോടൊപ്പം പോകും ഗമിഷ്യാമി. അതിൻ്റെ ദ്വിവചനം വരുമ്പോൾ എന്താണ്? ആവാം, അഹം ആവാമല്ലേ, ആവാം മാത്രാസഹ ഗൃഹം അല്ലെങ്കിൽ ഗൃഹം ഗമിഷ്യാവഹ. പിന്നെ അടുത്ത ബഹുവചനം വയം യുഷ്മാഭിഹി സഹ ന ഗമിഷ്യാമഹ. വയം ഞങ്ങൾ, യുഷ്മാഭിഹി സഹ, യുഷ്മ ശബ്ദങ്ങളോടൊപ്പം, അത് തൃതീയ ബഹുവചനമാണ്. യുഷ്മ ശബ്ദത്തിൻ്റെ തൃതീയ ബഹുവചനം. യുഷ്മാഭിഹി സഹ നിങ്ങളോടൊപ്പം, ന ഗമിഷ്യാമഹ പോകില്ല. അപ്പോൾ അവിടെ ഗമിഷ്യാമഹ വന്നില്ലേ. അപ്പോൾ ഗമിഷ്യതി ഗമിഷ്യത ഗമിഷ്യന്തി കഴിഞ്ഞു, ഗമിഷ്യസി ഗമിഷ്യത ഗമിഷ്യഥ, ഗമിഷ്യാമി ഗമിഷ്യാവഹ ഗമിഷ്യാമഹ കഴിഞ്ഞു. അപ്പോൾ അതാണ് ലിറിട്ട്. ഇനി ഗമധാതുവിൻ്റെ ലോട്ടാണ്. ലോട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അനുവാദം കൊടുക്കുക, സമ്മതം നൽകുക, അനുവാദം ചോദിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ആശീർവദിക്കുക. അപ്പോൾ അതിൻ്റെ നോക്കിക്കോളൂ, അതിൻ്റെയാണ് ലോട്ട്. ലോട്ട് നോക്കിക്കോളൂ. ഗച്ഛതു ഗച്ഛതാം ഗച്ഛന്തു. മധ്യപുരുഷൻ ഗച്ഛ ഗച്ഛതം ഗച്ഛത. ഉത്തമപുരുഷൻ ഗച്ഛാനി ഗച്ഛാവ ഗച്ഛാമ. അപ്പം ഗച്ഛതു ഗച്ഛതാം ഗച്ഛന്തു, ഗച്ഛ ഗച്ഛതം ഗച്ഛത, ഗച്ഛാനി ഗച്ഛാവ ഗച്ഛാമ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണം ഇപ്പോൾ എല്ലാം എഴുതണമെന്നില്ല, ഒന്ന് നമുക്ക് നോക്കാം. ഗമധാതു ലോട്ട്. യദി സഹ ഗൃഹം ഗച്ഛതി ഗച്ഛതു. യദി സഹ ഗൃഹം ഗച്ഛതി, അവൻ ഗൃഹത്തിലേക്ക് പോകുന്നു എങ്കിൽ എന്ത് വേണം? ഗച്ഛതു പോകട്ടെ. അപ്പോൾ അനുവാദം കൊടുക്കുന്നില്ലേ, അതൊരു. അപ്പോൾ ഗച്ഛതു. അത് കഴിഞ്ഞിട്ട് മധ്യപുരുഷൻ, അതിൻ്റെ ദ്വിവചനവും ബഹുവചനവും. പിന്നെ ത്വം മധ്യപുരുഷൻ വന്നപ്പോൾ ത്വം വിദ്യാലയം ഗച്ഛ, നീ വിദ്യാലയത്തിലേക്ക് പോകൂ.
പോകൂ എന്നുള്ളത്. അപ്പം വിദ്യാലയം ഗച്ഛ മധ്യമപുരുഷൻ. ഉത്തമപുരുഷൻ വന്നപ്പോൾ അഹം വിദ്യാലയം ഗച്ഛാനി, ഞാൻ വിദ്യാലയത്തിൽ പോകട്ടോ എന്ന് ചോദിക്കുകയാണ്. അതിന് അനുവാദം കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ്. അല്ല വേറെയും വേണമെങ്കിൽ എഴുതാം. അഹം സർവേ സുഖിനഹ ഭവന്തു എന്നുള്ളൊരു വാക്കില്ലേ, സർവേ സുഖിനഹ ഭവന്തു, എല്ലാവരും സുഖമുള്ളവരായിരിക്കട്ടെ, അങ്ങനെ ആശംസിക്കുകയാണ്. അപ്പം അതൊരു ആശംസാ രീതിയിലോട്ട് പറയണതാണ്. സർവേ സുഖിനഹ ഭവന്തു ഭൂധാതുവിൻ്റെ ആണ്. ഇനി അടുത്തത് വിധിലിംഗ് ആണ്. വിധിലിംഗ് നോക്കിക്കോളൂ. പിന്നെ ഗബധാതുവിൻ്റെ വിധിലിംഗ് വരുന്നത് ഗച്ഛേത്, ഗച്ഛേതാം, ഗച്ഛേയുഹു. മധ്യപുരുഷൻ ഗച്ഛേഹെ, ഗച്ഛേതം, ഗച്ഛേത. ഉത്തമപുരുഷൻ ഗച്ഛേയം, ഗച്ഛേവ, ഗച്ഛേമ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഗച്ഛേത് പിന്നെ വിധിലിംഗ് വരുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥന, അനുപാദം, ആശീർവാദം എന്നീ രീതികളിലോട്ട് പോലെ ഏകദേശം അതുപോലെയൊക്കെ തന്നെ. അപ്പം നമുക്ക് ഉദാഹരണം നോക്കാം. യദി ത്വം തത്ര പഠേഹേ തർഹി ഗച്ഛേഹേ. ഇവിടെ രണ്ട് യദി ത്വം, ഒരുപക്ഷെ നീ തത്ര പഠേ, ഇവിടെ മധ്യപുരുഷനിലല്ലേ വന്നിരിക്കുന്നത്. യദി ത്വം തത്ര പഠേഹേ, അവിടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ തർഹി ഗച്ഛേഹേ, എങ്കിൽ പൊയ്ക്കോളൂ, അനുവാദം കൊടുക്കുക, അങ്ങനെ ചെയ്തോട്ടെ. അപ്പോൾ അവിടെ മധ്യപുരുഷനാണ് വന്നത് ഗച്ഛേഹേ എന്നുള്ളത്. പഠേഹേ എന്താണ്? മധ്യപുരുഷനാണ്. യദി ത്വം തത്ര പഠേഹേ, നീ അവിടെ പഠിക്കണം, തർഹി എങ്കിൽ, ഗച്ഛേഹേ പോകൂ. അടുത്ത ഇത് പ്രഥമപുരുഷനാണ്. താഹ ഭ്രമണായ ഗച്ഛേയുഹു, ഗച്ഛേയുഹു. താഹ അവർ ഭ്രമണത്തിനായി ചുറ്റിത്തിരിയാനായി ഗച്ഛേയു പൊയ്ക്കോട്ടെ. അവിടെ ഇപ്പോൾ സഹയാണെങ്കിലോ സഹ ഭ്രമണായ ഗച്ഛേത്, തൗ ഭ്രമണായ ഗച്ഛേതം, ഗച്ഛേതാം. താഹ അല്ലെങ്കിൽ തേ ഭ്രമണായ ഗച്ഛേയുഹു. ത്വം വന്നപ്പോഴാണ് ഗച്ഛേഹേ വന്നത്. അടുത്ത അഹം ഉത്തമപുരുഷൻ വന്നപ്പോൾ കിം അഹം തസ്യ ഗൃഹം ഗച്ഛേയം. കിം അഹം, കിം പ്ലസ് അഹം, കിം അഹം എന്തിനാണ് ഞാൻ തസ്യ അവൻ്റെ ഗൃഹത്തിലേക്ക് പോകണം, എന്തിനു പോകണം ചോദിക്കുകയാണ്. അത് ചോദ്യ രീതിയിൽ ചോദിക്കുകയാണ്. ഗച്ഛേയം അത് ഇവിടെ അഹം വന്നപ്പോൾ ഗച്ഛേയം. കിം വയം ക്രീഡനായ ഗച്ഛേമ, ഗച്ഛേമ വയം വന്നപ്പോൾ കിം വയം ക്രീഡനായ കളിക്കുന്നതിനായി പോകട്ടെ, അനുവാദം ചോദിക്കുകയാണ്. ഇതൊക്കെയാണ്. അപ്പോൾ ഇതേ രീതിയിലാണ് നിങ്ങൾ ഇത് പക്ഷേ ഇതിനകത്ത് ഈ തന്നിരിക്കുന്ന കുറേ ധാതുക്കളുണ്ട്. ഈ ധാതുക്കൾ ഇതുപോലെ തന്നെ പോകുന്നു, പക്ഷേ കുറച്ച് വ്യത്യസ്തമായിട്ട് വരുന്നതുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞങ്ങൾക്ക് തരും. നിങ്ങൾ ഇത് തന്നെ ഒന്ന് എഴുതിയോ? പടു മറ്റേതെങ്ങനെ 5 ഇതിൽ എങ്ങനെ വരുന്നു എന്ന് ഇതുപോലെ നോക്കി എഴുതി നോക്കുക. ഇത്രയും പട് ഹസ് ചിരിക്കുക, ചഞ്ചരിക്കുക, ഖാദ് കഴിക്കുക, പത് വീഴുക, ഭ്രമ ചുറ്റിത്തിരിയുക, കഥ പറയുക, രുചി ഇഷ്ടം എന്നുള്ള അർത്ഥത്തിൽ. ഇത് ഇനി അല്ലാതെ വരുന്ന കുറേ ധാതുക്കളുണ്ട്, കുറച്ച് മാറ്റം വരുന്നത്. അങ്ങനെയുള്ളത്, അതായത് ഋട്ടൊക്കെ വരുമ്പോൾ മാറ്റം വരും. അങ്ങനെയുള്ളത് വരുന്നത് ഞാൻ അടുത്ത ക്ലാസ്സിൽ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.